അമ്മേ, ഞാൻ ഈ സാരി അമ്മയ്ക്ക് തരാൻ വന്നതാ. അല്ല, ഇത് അമ്പലത്തിൽ വെച്ച് ദേവിക ഗോപിയയ്ക്ക് തന്ന സാരിയല്ലേ? ഇതെന്തിനാ എനിക്ക് തരുന്നേ? ഇത് ദേവി അണിയിപ്പിച്ച സാരിയാ. വിശേഷ ദിവസങ്ങളില് ഇത് ഉടുക്കുന്നത് ഐശ്വര്യ. ഇത് അമ്മ വാങ്ങണം. മാത്രമല്ല, ഈ സാരി അമ്മ സൂക്ഷിക്കുന്നത് തന്നെയാ നല്ലത്. അത് ഋഷി എന്നോട് പറഞ്ഞു. അമ്മ ഇത് വാങ്ങിക്കോളൂ. ദേവി അണിഞ്ഞിരുന്ന ഈ സാരി എന്റെ കൈകളിൽ വന്നു ചേരുന്നത് പൂർവജന്മ പുണ്യോ. മോള് തന്നോളൂ. ഇത് നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന ദേവിയുടെ അനുഗ്രഹം. ഇത് ദേവിയുടെ ശക്തിയായിട്ട് എന്നും അമ്മയോടൊപ്പം ഉണ്ടാകും. എന്നാ ഞാൻ ചെല്ലട്ടെ അമ്മ? ശരി. ശരി അമ്മ. ഹലോ മോളെ. ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഞാൻ വെറുതെ വിളിച്ചതാ. ഇപ്പൊ അവിടെ എങ്ങനെയുണ്ട്? നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറഞ്ഞാ മതി. ഇപ്പൊ എനിക്കിവിടെ അങ്ങനെ പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല. അമ്മയും മുത്തശ്ശിയും എല്ലാവരും എന്നോട് സ്നേഹത്തോടെ തന്നെയാ പെരുമാറുന്നേ. അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതണം ഗോപിക. സത്യത്തിൽ നിന്നെയും മാഡത്തിനെയും ഒരുമിച്ച് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ മുതലാ എനിക്ക് സമാധാനമായത്. എങ്കിലും ഋഷിയുടെ ആയുസിന്റെ കാര്യത്തില് അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. അത് കാണുമ്പോ എനിക്കുള്ളില് സങ്കടവും. അമ്മയുടെ ആ പേടി നമുക്ക് എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കണം ചേച്ചി. ശരിയാ, എത്രയും വേഗം തന്നെ മാഡത്തിനെ അറിയിക്കണം. ഞാനതിനു വേണ്ടി ശ്രമിക്കാം. അല്ല, അമ്പലത്തിൽ നിന്ന് കിട്ടിയ ആ സാരി നീ മാഡത്തിന് കൊടുത്തോ? ഷോ, സത്യത്തിൽ ഞാൻ അത് പറയാനേ ചേച്ചി വിളിച്ചത്. സാരി ഞാൻ കൊടുത്തു ചേച്ചി. എന്നിട്ട് മാഡം എന്ത് പറഞ്ഞു? അമ്മ അത് സ്വീകരിച്ചു. അമ്മയ്ക്ക് വളരെയേറെ സന്തോഷായി. കുടുംബത്തിലേക്ക് വന്ന ഈശ്വര അനുഗ്രഹമായിട്ടാ അമ്മ ആ സാരിയെ കണ്ടത്. ശരിക്കും അത് ദേവിയുടെ അനുഗ്രഹം തന്നെയാ ഗോപിക. വീട്ടിനകത്താണ് കത്തിക്കുന്നത്. ശരി ചേച്ചി, ഞാനെന്നേ പിന്നീട് വിളിക്കാം. ശരി. ആ ശരി ചേച്ചി. മലനിരയുടെ നെഞ്ചുപോലെ